ഹലോ, നല്ല നമസ്കാരം. കൂലി ഒറ്റവാക്കിൽ പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട ലോകി വധം. ഇതിൻ്റെ സ്റ്റോറി ബോർഡ് എന്താണ് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒന്നും തന്നെ ഇല്ല. ഇനിയിപ്പോൾ എനിക്ക് മനസ്സിലാകാത്തതാണോ, എന്ത് ഊള സ്ക്രീൻ പ്ലേ ആണോ ലോകേഷേ. അവിടെ നിന്ന് ഇവിടെ നിന്ന് നുള്ളിപ്പിറക്കി എന്താ പറയുക, തലൈവരുടെ ഇസ്പയുടെ 7-ാം കൂലി. അതാണ് എനിക്ക് തോന്നിയത്. ലാഗടിച്ചു മരിച്ച് സത്യമായിട്ട് 2 മണിക്കൂറും 50 മിനിറ്റോളം ഉണ്ട് സിനിമയ്ക്ക്. ഇത്രയും ലെന്ത് എന്തിനാണ് ഈ സിനിമയ്ക്ക്? ഫിലോമിന രാജ് എന്തിനാണ് ഇത്ര എഡിറ്റ് ചെയ്ത് ചെറുതാക്കിക്കൂടായിരുന്നോ? സബുനും നാഗാർജുനും ഒക്കെ ഉണ്ടല്ലോ, അവരുടെ പെർഫോമൻസ് വളരെ ഹൈ ലെവലിലാണ് വച്ചിട്ടുള്ളത്. പക്ഷേ ഈ സിനിമ രക്ഷപ്പെടത്തില്ല. ഈ സിനിമയ്ക്ക് വേണ്ടത്ര കൂലി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പണ്ട് ഏതൊരു സിനിമയുടെ ഡയലോഗാണ് ഓർപ്പ് വരുന്നത്. ഈ നമ്മുടെ ശങ്കരാടിയില്ലേ, അദ്ദേഹം ഒരു ഡയലോഗ് അടിക്കുമല്ലോ, അല്പം പിണ്ണാക്ക്, അല്പം കാടിവെള്ളം, പിന്നെ പാല് ചറപറ എന്ന് പറയുന്നത് പോലെയാണ് അല്പം ജയിലർ, അല്പം ലിയോ, അല്പം വിക്രം എല്ലാം കൂടി ചേർന്നാൽ കൂലിയായി. ചറപറ കൂലി. എൻ്റെ അമ്മോ, എന്തോ പതോടോ. ചില വലിയ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, നമ്മുടെ ഈ ഡ്രാമ ആർട്ടിസ്റ്റുകൾ, സീരിയൽ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അവർ ഒരു ചെറിയൊരു പ്ലോട്ട് വെച്ചിട്ട് അവർ പറയും നമുക്ക് തട്ടിക്കയറിയിട്ട് നമുക്ക് പൊളിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ ചില സാധനങ്ങൾ ചെയ്യും. എന്നിട്ട് അവർ പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് കോമൺ ആയിട്ട് കുറേ ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു ഫ്രെയിമുണ്ട്. ആ ഫ്രെയിം വെച്ചിട്ട് അവർ പെർഫോം ചെയ്യും. അതേപോലെയാണ് ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള, ലോകേഷിൻ്റെതായിട്ടുള്ള പിന്നെ കുറേ ഫ്രെയിമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. അതനുസരിച്ചിട്ടുള്ള ഈ സിനിമയെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത ചില സാധനങ്ങളൊക്കെ തിരികേറ്റി വച്ചിട്ടുണ്ട്. ഞാനൊരു തരത്തിലുള്ള എക്സ്പ്ലനേഷൻ ഇല്ലാതെയാണ് ഈ സിനിമ ഞാൻ കണ്ടത്. കാരണം ഇത് LCEയുടെ ആ ഒരു സീരിയസിൽ ഇല്ലാത്തൊരു സാധനമായതുകൊണ്ട് കൂലിക്ക് വലിയ ഒരു എക്സ്പ്രഷൻ ഒന്നുമില്ലാതെയാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ഒരു വിശാലമായ സ്റ്റോറി ബിൽഡ് ചെയ്യാനുള്ള ഒരു വലിയ സാധനമാണ് ഈ കൂലി. ഇത് ഒന്നിനോട് കണക്റ്റല്ല. ഇതിനെ തന്നെ ഇനി ഒരു 5ഓ 6ഓ സിനിമയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സായിട്ടാണ് കൂലിയെ എനിക്ക് ഫീൽ ചെയ്തത്. ഒന്നും പരസ്പരം കണക്റ്റ് അല്ല. ഇനി ഇതിനെ ഡീറ്റെയിൽ ചെയ്യണമെങ്കിൽ ഇനി കുറേ സിനിമകൾ ഇനി എടുക്കണം. സാധാരണ രജനി സിനിമയിൽ കാണുന്നത് പോലെ നമുക്ക് കഥയൊന്നും വലിയ പ്രാധാന്യമില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ സ്റ്റൈല്, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വാഗ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മതി. പക്ഷേ അദ്ദേഹത്തെ പോലും ആ രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈല് പോലും കാണിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു നല്ല ഒരു സ്വാഗ് എനിക്ക് തോന്നിയത് നാഗാർജുനാണ്. രജനി എന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടത്തെ ഒട്ടും ഉപയോഗിക്കാത്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് കൂലി ഇത് സത്യമായിട്ടും തോന്നിയത്. അതോടൊപ്പം തന്നെ സത്യരാജും അതോടൊപ്പം തന്നെ ശ്രുതി ഹാസനും ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു. ശ്രുതി ഹാസൻ സാധാരണ വെറുപ്പിച്ച് കൊന്നുകൊല വിളിപ്പിക്കുകയാണ് സാധാരണ എപ്പോഴും ചെയ്യുന്നത്. പക്ഷേ ശ്രുതി ഈ സിനിമയിൽ കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞ് കൊല വിളിച്ച് നാറ്റിക്കുന്നുണ്ട്, എങ്കിൽ പോലും കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത്, ഈ മലയാളത്തിൽ നിന്ന് ഒരു ആർട്ടിസ്റ്റിനെ എടുത്താൽ ഒരു ആർട്ടിസ്റ്റ് ഫ്രീ ആണോ? അങ്ങനെ വല്ലതാണോ? സൗബിനെ എടുത്തപ്പോൾ നമ്മുടെ ബാബുരാജ് ഫ്രീ ആയിട്ട് കിട്ടിയതാണോ? ബാബുരാജിൻ്റെ ഡയലോഗും ഇല്ല, വെടികൊണ്ട് മരിക്കാൻ വേണ്ടി മാത്രമായിട്ട് കുറേ സിനിമയിൽ വീൽ ചെയറിലിരുന്ന് പെർഫോം ചെയ്ത് ഒരു മനുഷ്യൻ. പിന്നെ ഓരോ സ്റ്റാർസിനും സ്ക്രീൻ പ്രൈസ് വരുമ്പോൾ അനിരുദ്ധൻ്റെ വകയായിട്ട് കുറേ BGM ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും എഫക്റ്റ് ചെയ്യുന്നിട്ടില്ല. ഈ സിനിമയ്ക്ക് ഒട്ടും എഫക്റ്റ് ചെയ്യുന്നില്ല. ഒരുപാട് ക്യാമിയോ വന്നു പോകുന്നുണ്ട്. അതൊന്നും തന്നെ ലോജിക്കില്ല, പരസ്പരം കണക്റ്റ് ആവുന്നില്ല. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ ആമീർ ഖാനും ഉബേദ്രയും വന്നു പോകുന്നു. അവർ എന്താ പറയുക, ഒരു നനഞ്ഞ പടക്കം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവരെ മൊത്തത്തിൽ കോമഡി പീസാക്കിയാണ് കളഞ്ഞത്. എന്തിനു വേണ്ടിയാണ്? ആവശ്യമില്ലാതെ കുറേ പാട്ടും കയറിയിട്ടുണ്ട്.
ആ മോണിക്കയുടെ പാട്ടിൻ്റെ ലോജിക്ക് ആലോചിക്കുമ്പോൾ ചിരി വരും. എവനെങ്കിലും കൊണ്ട് പിന്നെ കണ്ടന്ററിന്റെ മുകളിൽ കൊണ്ട് എൻഗേജ്മെന്റ് നടത്തൂ. എൻ്റെ ലോകേഷേ, ഒരു ഹൈ മൂവ്മെന്റ് പോലും ഇല്ലാതെ വളരെ പ്ലെയിൻ ആയിട്ടാണ് ഓൾ സീന് എനിക്ക് പിന്നെ കാണാൻ സാധിച്ചത്. ഒരു ഒരു എന്താ പറയുക, ഇതിലൊരു പോസിറ്റീവായിട്ട് എനിക്ക് ആകപ്പാടെ 2-3 സീൻ മാത്രം അതാണ് തോന്നിയത്. മച്ചാൻ്റെ ആ ഒരു ടൈറ്റിൽ കാർഡില്ലേ, ഒരു 50 വർഷത്തിൻ്റെ ആ ടൈറ്റിൽ കാർഡ്, അതോടൊപ്പം തന്നെ ആ ഒരു പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഹോസ്റ്റലിനകത്തുള്ള ഒരു സ്റ്റണ്ട്, അങ്ങനെയുള്ള കുറേ സാധനം, അതോടൊപ്പം തന്നെ AGAയുടെ ആ ഒരു പഴയ ആ ഒരു സാധനവും ഒക്കെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ലോകേഷിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാധനം, മിനിമം ഗ്യാരണ്ടി പോലും ഇല്ലാത്ത ഒരു സിനിമയാണ്. പൊതുവേ ലോകേഷിൻ്റെ സിനിമകളെല്ലാം തന്നെ നമുക്ക് വീണ്ടും കാണാൻ വേണ്ടി പറ്റുന്ന ഒരു റീവാല്യുബിൾ ആയിട്ടുള്ള സിനിമയാണ്. പക്ഷേ ഇത് ഒരു പ്രാവശ്യം തന്നെ കണ്ട് ഇനി രണ്ടാമത്തെ പ്രാവശ്യം കാണാനുള്ള കരുത്തെനിക്കില്ല. സത്യം, സീരിയസ്ലി പറയുന്നത്. 5-ൽ ഒരു 2.5 അതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും കേവലപ്പെട്ട ഇസ്പയുടെ 7-ാം കൂലിയാണ് എന്നെ മൊത്തത്തിൽ ഡിസപ്പോയിൻ്റ് ആക്കി കളഞ്ഞു ഈ സിനിമ. എനിക്ക് കൂടുതൽ ഒന്നും പറഞ്ഞ് ഞാൻ ഇതിനെ വലിച്ചു നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു അൺസഹിക്കബിൾ, ലോകേഷിൽ നിന്നും പ്രതീക്ഷിച്ച ഒരു സാധനം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും വലിയ സ്റ്റാർസിനെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് വേണ്ടത്ര രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആവശ്യമില്ലാതെ കുറേ ആൾക്കാരെയൊക്കെ തിരികെ കയറ്റി കുറേ സെയിം ഷോട്ടുകൾ, പഴയ ലോകേഷിൻ്റെ തന്നെ പല സിനിമകളിലും കുറേ ഷോട്ടുകൾ ഇതിനകത്ത് വലിച്ചു കയറ്റിയിട്ടുണ്ട്. ഒരു ചെയറ്, ഒരു കുറേ വാച്ചും. സാധാരണ സ്മഗ്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തെ കുറേ ഊള സാധനങ്ങളാണ് ഇതിൽ തിരികെ കയറ്റിയിട്ടുള്ളത്. അതൊന്നും ലോജിക്കലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയും കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. കഥയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്താണോ ഇത് കാണിച്ചു വച്ചിരിക്കുന്നത്? ഇനിയിപ്പോൾ ലോകേഷിൻ്റെ സ്റ്റോക്ക് തീർന്നെങ്കിൽ പുതിയ കഥ ഉണ്ടാക്കണം. അദ്ദേഹം പിന്നെ ഇങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമില്ല. ലവ് സ്റ്റോറി എടുക്ക്. അതല്ലെങ്കിൽ ഇപ്പം ആക്ഷൻ സിനിമകൾ മാത്രമേ എടുക്കത്തുള്ളൂ. ലവ് സ്റ്റോറി എടുക്ക്, നല്ല സിനിമയായിട്ട് വരട്ടെ. ഇങ്ങനെ ആൾക്കാരെ വെറുപ്പിക്കല്ലേ. നിങ്ങളോടുള്ള പ്രതീക്ഷ, ലോകേഷ് എന്ന് പറയുന്ന സംവിധായകനിൽ ഒരുപാട് ആൾക്കാർക്ക് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ട് അദ്ദേഹം ഓരോ സിനിമ കഴിയുമ്പോഴും ഉയരണം. അല്ലാതെ ലോകേഷിൻ്റെ ആ ഒരു ലെവല് താഴ്ത്താൻ പാടില്ല ഒരിക്കലും. എന്നെ മൊത്തത്തിൽ നിരാശപ്പെടുത്തിയ സിനിമയാണ് കൂലി. ഓക്കെ, താങ്ക് യു.